ഗ്രാമത്തിൻ്റെ തെക്ക് കിഴക്കേ അറ്റത്ത് ശാന്തിനഗർ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സത്യസന്ധനും കഠിനാധ്വാനിയുമായ ഗോപാൽ എന്നൊരു കർഷകൻ ജീവിച്ചിരുന്നു. ഗോപാൽ ഒരു സാധാരണ മനുഷ്യനും ദയാലുവുമായിരുന്നു. ഗോപാലിന് കുറച്ച് കൃഷിസ്ഥലമുണ്ടായിരുന്നു. അവിടെ അവന് പറ്റാവുന്ന രീതിയിൽ കൃഷി ചെയ്തു വന്നു. ഗോപാലിൻ്റെ ഈ സ്വഭാവ ഗുണം കൊണ്ട് നാട്ടുകാർക്കെല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടവനായി തീർന്നു. ഭാര്യ രാധയും മക്കളായ നീലുവും മോഹനും അടങ്ങുന്ന കുടുംബമായിരുന്നു ഗോപാലിൻ്റേത്. കുടുംബമായിരുന്നു ഗോപാലിന് എല്ലാം. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ പാടത്തേക്ക് പോയി കഠിനാധ്വാനം ചെയ്യും. സൂര്യൻ അസ്തമിക്കുന്നതുവരെ ഇത് തുടരും. ഗോപാലിൻ്റെ അഭിപ്രായത്തിൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ സുഖവും ശാന്തിയും ലഭിക്കുകയുള്ളൂ എന്നാണ്. ഒരു ദിവസം രാവിലെ പാടം ഉഴുതുകൊണ്ട് നിൽക്കുമ്പോൾ കലപ്പ കട്ടിയുള്ള എന്തോ ഒരു വസ്തുവിൽ ചെന്നുടക്കി. ഗോപാൽ അത് പുറത്തെടുത്തു നോക്കിയപ്പോൾ ഒരു കലവും അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളും. ഗോപാൽ ആശ്ചര്യപ്പെട്ടു. ഒപ്പം പേടിയും തോന്നി. അയാൾ ഇങ്ങനെ ചിന്തിച്ചു: അല്ലയോ ഭഗവാനെ, ഈ സ്വർണം കൊണ്ട് എൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുകളെല്ലാം മാറും. എനിക്ക് പണക്കാരനാകാം. പക്ഷേ ഈ സ്വർണം എൻ്റെ വീട്ടിൽ സൂക്ഷിക്കുന്നത് അപകടമാണ്. ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തിച്ചേരണം. ഗോപാൽ ഗ്രാമമുഖ്യൻ്റെ വീട്ടിലേക്ക് നടന്നു. ഗ്രാമമുഖ്യൻ ശിവറാം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഗോപാൽ നിധി കുംഭവുമായി ഗ്രാമമുഖ്യൻ്റെ അടുക്കിലേക്ക് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഗോപാലിൻ്റെ സത്യസന്ധതയിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. നിധി കുംഭം ഗോപാലിന് തന്നെ തിരികെ നൽകുവാൻ അദ്ദേഹം തീരുമാനിച്ചു.